നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ ഫിനാൻഷ്യൽ ഇയറാണ്. അപ്പോൾ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എപ്പോഴും എന്തായാലും ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്യാഷൊക്കെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെങ്കിലും സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ചില ക്രെഡിറ്റ് കാർഡുകളാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. ബെസ്റ്റ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 6-7 ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. എന്താണ് ലൈഫ് ടൈം ഫ്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല ആളുകൾക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് അതിന് ജോയിനിങ് ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ എന്നിങ്ങനെ പല രീതിയിൽ ഫീസ് കമ്പനികൾ എടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നൽകുന്ന ഫീസ് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫീസ് നൽകാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുന്ന ഈ ക്രെഡിറ്റ് കാർഡുകൾക്ക് എല്ലാത്തിനും തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇത് ലഭിക്കുകയുള്ളൂ. അത് ഈ ഒരു മാസമാണ് നമുക്ക് ലഭിക്കുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫറുകളിൽ മാറ്റമുണ്ടാകും. ഓരോ മാസവും ചിലപ്പോൾ ജോയിനിങ് ഫീ വന്നേക്കാം. ഇപ്പോൾ നിലവിൽ എന്തായാലും നിങ്ങൾ ആ ഒരു ലിങ്കിലൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിനിങ് ഫീ ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യും മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. എന്തായാലും ഒരു 15,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ശമ്പളമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സിബിൽ സ്കോർ. അതൊരു 720 ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ മാത്രമേ ക്രെഡിറ്റ് കാർഡുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് HDFC പിക്സൽ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാറ്റഗറികളിലായിട്ട് മാസത്തിൽ 500 രൂപ വീതം ക്യാഷ് ബാക്ക് കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് ട്രാവൽ ആവാം, അല്ലെങ്കിൽ ഡൈനിങ് ആവാം, അല്ലെങ്കിൽ മറ്റു ഫ്ലൈറ്റുകൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പല കാറ്റഗറികളിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സെലക്ട് ചെയ്താൽ നമുക്ക് 500 ക്യാഷ് ബാക്ക് പോയിൻറ്റ്, അതായത് 500 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള പോയിൻറ്റുകൾ കിട്ടും. അപ്പോൾ അത് നമുക്ക് ക്യാഷായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ 1000 രൂപ നമുക്ക് ആ ഒരു വിധത്തിൽ 5% എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ 3% ക്യാഷ് ബാക്ക് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ HDFCയുടെ ബേസ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് 3% അല്ലെങ്കിൽ മാസത്തിൽ പരമാവധി 500 രൂപ വരെ എന്നൊരു ലിമിറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിപ്പോൾ തന്നെ ഒരു 1500 രൂപ മാസം സേവ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലേ. ഇത് കൂടാതെ നമുക്ക് മന്ത്ലി നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് 1% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ നിങ്ങൾ സ്വിഗ്ഗിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 25% ക്യാഷ് ബാക്കും കിട്ടും. അതായത് പരമാവധി മാസത്തിൽ 300 രൂപ വരെയാണ് ക്യാഷ് ബാക്ക് കിട്ടുക. അത്തരത്തിൽ നമുക്ക് പല രീതിയിലുള്ള ക്യാഷ് ബാക്കുകൾ കിട്ടുന്നു. ഇത് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂപേ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UPI ആപ്പുകളിൽ ഉപയോഗിക്കാം. അത്തരത്തിൽ UPI ട്രാൻസാക്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1% ക്യാഷ് ബാക്കും ഇതിന് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെയില്ല. അത് മാത്രമല്ല നമ്മൾ ഒരു വർഷത്തിൽ ഇത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണമെന്ന് നിർബന്ധവുമില്ല ഈ ഒരു ജോയിനിങ് ഫീയും ആനുവൽ ഫീയും ഒഴിവാക്കാൻ. പക്ഷേ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ തന്നെ അപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ജോയിനിങ് ഫീയും ആനുവൽ ഫീയും ഒഴിവാക്കിക്കൊണ്ട് ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. ജോയിനിങ് ഫീയും ആനുവൽ ഫീയും ഇല്ലാത്ത മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് RBL ബാങ്കിൻ്റെ ഷോപ്പ്രൈറ്റ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആദ്യത്തെ വർഷം എടുക്കുമ്പോൾ ജോയിനിങ് ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ എന്ന രീതിയിൽ നമ്മുടെ ഫീസൊന്നും കളക്ട് ചെയ്യില്ല. പക്ഷേ എന്നാൽ രണ്ടാമത്തെ വർഷം നമ്മൾ ആ ഒരു നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുകയുടെ നിശ്ചിത പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ആനുവൽ ഫീ നൽകേണ്ടി വരും. അതാ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്കത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗ്രോസറിയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 20 റിവാർഡ് പോയിൻ്റാണ് ലഭിക്കുക. ആ ഒരു റിവാർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 25 പൈസയ്ക്ക് തുല്യമാണ്. ഇത്തരത്തിൽ നമുക്ക് ഒരു മാസത്തിൽ 1000 റിവാർഡ് പോയിൻ്റാണ് RBLൻ്റെ ഷോപ്പ്രൈറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഗ്രോസറി അല്ലാതെ നമ്മൾ മറ്റ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും ഒരു റിവാർഡ് പോയിൻ്റ് എന്ന രീതിയിൽ നമുക്കിതിൽ ലഭിക്കും. ഇനി നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം ഇതിലുണ്ട്. അതായത് നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. അത് പരമാവധി 100 രൂപയാണ് ഡിസ്കൗണ്ട് ലഭിക്കുക. ഇത്തരത്തിൽ നമുക്ക് ഒരു വർഷത്തിൽ 15 പ്രാവശ്യം ഡിസ്കൗണ്ട് ലഭിക്കും. ഇതുകൂടാതെ നമുക്ക് ഫ്യൂവൽ സർചാർജ് വൈവറായിട്ട് പരമാവധി 100 രൂപ വരെയും കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് RBLൻ്റെ ഷോപ്പ്രൈറ്റ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്രെഡിറ്റ് കാർഡ് നമുക്ക് പരിചയപ്പെടാം. ഫെഡറൽ ബാങ്കിൻ്റെ സ്കാപ്പിയ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കാണ്. അതായത് ഇപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നവരുണ്ടാവാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ഓഫറുകളുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണിത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുകയാണ് എങ്കിൽ
ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ഫോറിൻ കറൻസിയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചാർജുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചാർജുകൾ നമുക്കിവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മളെന്തായാലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഹോട്ടലൊക്കെ ആവശ്യമായിട്ട് വരും, അതുപോലെ ചിലപ്പോൾ മറ്റൊരു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഹോട്ടലും ഫ്ലൈറ്റും ഒക്കെ ഇവിടെ സ്കാപ്പിയ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും നമുക്ക് 20 സ്കാപ്പിയ പോയിൻറ്റ്സ്, അതായത് റിവാർഡ് പോയിൻ്റ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനല്ല വേറെ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് ആ സമയത്ത് 10 സ്കാപ്പിയ പോയിൻറ്റ്സ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നല്ല കുറേ അധികം ഓഫറുകൾ ട്രാവലേഴ്സിനെ സംബന്ധിച്ച് ഇതിലുണ്ട്. ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് ഇതൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിൽ സ്കാപ്പിയ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന സ്കാപ്പിയ പോയിൻറ്റ്സ് നമുക്ക് 5 പോയിൻറ്റ് 1 രൂപയ്ക്കെന്ന രീതിയിൽ ഇതിൽ നമുക്ക് റിഡീം ചെയ്തെടുക്കാനും സാധിക്കും. ഫ്യൂൽ സർചാർജ് വൈവർ എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ടല്ലോ എല്ലാ കാർഡുകളിലും, അപ്പോൾ അത് ഇതിലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് നമ്മൾ ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ നൽകേണ്ടതില്ല. അത് മാത്രവുമല്ല നമ്മൾ വർഷത്തിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ ഇതിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്തായാലും കൂടുതലും ട്രാവലേഴ്സിനാണ് ഏറ്റവും അനുയോജ്യം. നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട് വേണം നിങ്ങളെപ്പോഴും ക്രെഡിറ്റ് കാർഡുകൾ എന്തായാലും സെലക്ട് ചെയ്യാൻ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുക റൂപേ ക്രെഡിറ്റ് കാർഡായിട്ടായിരിക്കും. അപ്പോൾ ഈ റൂപേ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഇങ്ങനെയുള്ള UPI ആപ്പുകളിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നടത്തുന്ന ട്രാൻസാക്ഷൻ പോലെ തന്നെ നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഓരോ ട്രാൻസാക്ഷനും 1.5% ക്യാഷ് ബാക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അത് ഏതാണ് ആ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അത് കിവിയുടെ ക്രെഡിറ്റ് കാർഡാണ്. ഇതുകൂടാതെ നമ്മൾ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 0.5% ക്യാഷ് ബാക്കും കിവിയുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ലഭിക്കുന്നുണ്ട്. കിവിയുടെ ക്രെഡിറ്റ് കാർഡുകളിൽ നിയോൺ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ആ ഒരു ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഗുണം കൂടി ഇവിടെ ലഭിക്കും. ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട ഇത്രയും ക്രെഡിറ്റ് കാർഡുകളിലൊന്നും തന്നെ ലോഞ്ച് ടാക്സ് ഇല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു കിവിയുടെ നിയോൺ ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് 50,000 രൂപ ക്വാർട്ടർലി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലോഞ്ച് ടാക്സ് ലഭിക്കും. അത് ഇൻ്റർനാഷണൽ ലോഞ്ച് ടാക്സ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ 50,000, 1,00,000, 1,00,000 എന്നിങ്ങനെയുള്ള ഓരോ മൈൽ സ്റ്റോൺ പിന്നിടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലോഞ്ച് ടാക്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കിവിയുടെ നിയോൺ ക്രെഡിറ്റ് കാർഡിനാണ് കിട്ടുന്നത് കേട്ടോ. ഈ 1.5% ക്യാഷ് ബാക്ക് UPI ട്രാൻസാക്ഷൻ ലഭിക്കുന്നത് നമ്മൾ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുമ്പോഴാണ്, അല്ലാണ്ട് നമ്മൾ നേരിട്ട് ഒരാൾക്ക് ക്യാഷ് സെൻഡ് ചെയ്യുമ്പോൾ അല്ല എന്നും കൂടി നമ്മൾ പ്രത്യേകം പറഞ്ഞിരിക്കണം. നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ അത് ഇതുപോലെ സ്കാൻ ആൻഡ് പേ അല്ല എങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 200 രൂപയ്ക്കും 2 റിവാർഡ് പോയിൻ്റ് എന്ന രീതിയിലാണ് നമുക്കിത് ലഭിക്കുക. പിന്നെ ഇവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇവർക്ക് 2 തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഒന്ന് ലൈഫ് ടൈം ഫ്രീ എന്നതുണ്ട്. ഇനി നിയോ എന്ന് പറയുന്നത് അത് ലൈഫ് ടൈം ഫ്രീ അല്ല, അതിന് ആനുവലി 999 രൂപ ചാർജ് ഉണ്ട്. പക്ഷേ അതിന് ലോഞ്ച് ടാക്സ് ലഭിക്കും. ഇങ്ങനെ പ്രത്യേകതയുണ്ട്. ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും നമുക്ക് 6 റിവാർഡ് പോയിൻ്റാണ് ഇവർ തരുന്നത്. പിന്നെ നിങ്ങൾ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ 6 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ വരെ വിലയുള്ള ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. ഇത്തരത്തിൽ വർഷത്തിൽ 2 ടിക്കറ്റാണ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുക. ലോഞ്ച് ടാക്സ് ഇതിൽ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അതിന് മറ്റു ക്രൈറ്റീരിയകളൊന്നും തന്നെ അവർ പറയുന്നില്ല. ഇൻ്റർനാഷണൽ സ്പെൻഡൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാർക്കപ്പ് ഫീ ആയിട്ട് വരുന്നത് ഫോറക്സ് ചാർജ് എന്നുള്ള രീതിയിൽ വരുന്നത് നമുക്ക് 1.5% ആയിരിക്കും. അപ്പോൾ സാധാരണ ചില ആൾക്കാരൊക്കെ 3% അല്ലെങ്കിൽ 4% എടുക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഈ ഒരു ടൈഗർ ക്രെഡിറ്റ് കാർഡിൽ വളരെ കുറവായിരിക്കും. ഇനി മികച്ചൊരു ഓഫറുള്ള മറ്റൊരു ക്രെഡിറ്റ് കാർഡ്, അതൊരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ്. അത് ടാറ്റ നിയോ HDFC ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണം തന്നെ നിങ്ങൾ ടാറ്റയുടെ പ്രൊഡക്റ്റുകൾ ധാരാളം വാങ്ങുന്നവരാണ്, ടാറ്റയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 10% ഇവിടെ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ടാറ്റ 1mg അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ്, തനിഷ്ക്, ഇങ്ങനെ ടാറ്റയുടെ ധാരാളം പ്രൊഡക്റ്റുകളും ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലേ, അല്ലെങ്കിൽ അവരായിട്ട് ടൈപ്പുള്ള. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങിയോ സർവീസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്കാണ് ലഭിക്കുക. അത് ടാറ്റ നിയോ എന്ന് പറയുന്നത് ഇവരുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്ന സമയത്തേ ലഭിക്കുകയുള്ളൂ. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ടാറ്റയുടെ പ്രൊഡക്റ്റ് അല്ലാണ്ട് മറ്റെന്തെങ്കിലും ആണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1.5% എന്ന രീതിയിൽ ടാറ്റ നിയോ കോയിൻസ് ആയിട്ടായിരിക്കും ലഭിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് റിഡീം ചെയ്തെടുക്കാം. ഇവിടെ ടാറ്റയുടെ നിയോ എന്ന് പറയുന്ന നോർമൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ലഭിക്കുന്നത്. ഇത് കൂടാതെ ഇവർക്ക് മറ്റ് ചില ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അത് ഇൻഫിനിറ്റി അല്ലെങ്കിൽ പ്ലസ് എന്നിങ്ങനെയുള്ള കാറ്റഗറികൾ. അപ്പോൾ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് മറ്റൊരു ഗുണമുണ്ട്, അവിടെ ലോഞ്ച് ടാക്സ് ലഭിക്കും. അതിൽ നമുക്ക് 8 ലോഞ്ച് ടാക്സ് അത് ഡൊമസ്റ്റിക് എയർപോർട്ടുകളിലും 4 നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലാണ്. വർഷത്തിൽ 12 ലോഞ്ച് ടാക്സ് ആണ് അതിൽ ലഭിക്കുക. പക്ഷേ ആ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ആനുവൽ ഫീ എന്ന രീതിയിൽ 1499 രൂപയും GST നൽകേണ്ടതുണ്ട്. പിന്നെ നമുക്കിനി 4 ഡൊമസ്റ്റിക് ലോഞ്ച് ടാക്സ് മാത്രം മതിയെങ്കിൽ നിയോൻ്റെ തന്നെ പ്ലസ് എന്നുള്ള കാർഡുണ്ട്. അതിനാണെങ്കിൽ 499 രൂപയും GSTയുമാണ് അതിന് ആനുവൽ ഫീ ആയിട്ട് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്ബായിട്ടുള്ള പല ക്രെഡിറ്റ് കാർഡുകളും കൂടി ഇവിടെ HDFCയുടെ ടാറ്റ നിയോനുണ്ട്.
അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഈ ടാറ്റ ന്യൂവിൻ്റെ നോർമൽ ക്രെഡിറ്റ് കാർഡിന് ജോയിനിങ് ഫീ ഒന്നുമില്ല, ഇൻഫിനിറ്റിക്ക് ജോയിനിങ് ഫീ ഉണ്ട്. ആ ഒരു ജോയിനിങ് ഫീ ഒഴിവാക്കാനും ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വർഷത്തിൽ 3 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ 1499 രൂപ പ്ലസ് GST എന്നത് നമ്മൾ കൊടുക്കേണ്ടി വരില്ല. ഇനി നമുക്ക് ടാറ്റ ന്യൂ പ്ലസ് കാർഡാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ വർഷത്തിൽ 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ആ 499 രൂപ നൽകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ് HSBCയുടെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇതൊരു ഇൻ്റർനാഷണൽ ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൽ ധാരാളം ഓഫറുകളുണ്ട്. ഈ ഓഫറുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഓരോ പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ഇങ്ങനെ ഓരോ ദിവസങ്ങൾ വെച്ചിട്ട് ആ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ ഓഫർ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഓഫറാണ് നമുക്ക് ബോഗോ ഓഫർ. അത് ശനിയാഴ്ചകളിൽ, അതായത് ബുക്ക് മൈ ഷോയിൽ നമ്മളൊരു മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അത് ശനിയാഴ്ചയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അന്ന് നമുക്ക് മറ്റൊരു മൂവി ടിക്കറ്റ് കൂടി സൗജന്യമായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഓഫർ കൂടാതെ നമ്മൾ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യുന്ന തുക, അത് 150 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 റിവാർഡ് പോയിൻ്റ് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനിയും മറ്റു ചില ഓഫറുകളുണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മേക്ക് മൈ ട്രിപ്പിൽ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 35% അവിടെ ഓഫ് ലഭിക്കും. ഇനി നിങ്ങൾ ഗോയിബിബോയിലാണ് ഈ ദിവസങ്ങളിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫാണ് ലഭിക്കുക. ഇനി ശനി, ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ ക്രോമയിൽ നിന്നും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അത് 20,000 രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ വരെ അവിടെ ഓഫ് ലഭിക്കും. പിന്നെ ഈസി ഡൈനറിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 15% ഓഫ് ലഭിക്കും. പിന്നെ ഇത് കൂടാതെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടി നമ്മൾ 30 ദിവസത്തിനുള്ളിൽ തന്നെ ആക്ടിവേഷൻ നടത്തുകയാണ് എങ്കിൽ നമുക്ക് 500 രൂപയുടെ ആമസോൺ വൗച്ചർ ലഭിക്കും. ഇനി നിങ്ങൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇനി വൈകിയാണ് നടത്തുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് 100 രൂപയുടെ ആമസോൺ വൗച്ചർ ഇവിടെ സൗജന്യമായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ബെസ്റ്റ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്സ് എന്നുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിലും മെച്ചമാണെന്ന് തോന്നുകയാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.